CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ FC ഗോവയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC 1-1 സമനിലയിൽ തളിച്ചതോടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ പകുതി ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. 6 മത്സരങ്ങളിൽ ആദ്യ ജയം തേടിയിറങ്ങിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയിൽ തോൽവി അറിയാത്ത FC ഗോവയെ സമനിലയിൽ തളിച്ചു. മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെ ലീഗിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC 2024ലേക്ക് കടക്കുകയാണ്. ഇന്നലെ നടന്ന ഗോവ വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരത്തിൽ 20-ാം മിനിറ്റിൽ മാർട്ടിനസ് നേടിയ ഗോളിൽ ഗോവ ലീഡിലെത്തി. എന്നാൽ അധികമൊന്നും വൈകാതെ തന്നെ 26-ാം മിനിറ്റിൽ മലയാളി സൂപ്പർ താരമായ ജിതിൻ നേടിയ ഗോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവയ്ക്കൊപ്പമെത്തി. 12 മത്സരങ്ങളിൽ നിന്നും 8 ജയവും 2 തോൽവിയും 2 സമനിലയുമായി 26 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കിയപ്പോൾ 10 മത്സരങ്ങളിൽ നിന്നും 24 പോയിന്റുമായി ഗോവ 2-ാം സ്ഥാനം കരസ്ഥമാക്കി. 12 മത്സരങ്ങളിൽ നിന്നും 24 പോയിന്റുകളോടുകൂടി ഒഡീഷയാണ് 3-ാം സ്ഥാനത്തുള്ളത്. 11 മത്സരങ്ങളിൽ നിന്നും 22 പോയിന്റുകളോടുകൂടി മുംബൈ സിറ്റി 4-ാം സ്ഥാനത്തുമുണ്ട്. ഏതായാലും 2023 എന്ന ഈ ഒരു വർഷം അവസാനിപ്പിക്കുമ്പോൾ ISLലെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനക്കാർ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. കാലങ്ങളായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആഗ്രഹമാണിപ്പോൾ നിറവേറ്റിയിരിക്കുന്നത്. ഇനി കപ്പ് നേടുക എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുക. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് കപ്പ് നേടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് CK ടോക്സ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.